നമസ്കാരം. ഷിബിഡിച്ചൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് 9ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലിയിലെ ആദ്യ യൂണിറ്റിലേക്ക് കിടക്കാം. ആദ്യ യൂണിറ്റിലെ ആദ്യ ഭാഗം ആമുഖമായി നൽകിയിരിക്കുന്നത് സുജാത ദേവിയുടെ, അതായത് പ്രശസ്ത എഴുത്തുകാരി സുഗതകുമാരി ടീച്ചറിൻ്റെ ഇളയ സഹോദരിയായ സുജാത ദേവിയുടെ യാത്രാനുഭവ കുറിപ്പുകളാണ്. യാത്രാ അനുഭവ വിവരണമാണ്. അതിലെ കാടുകളുടെ താളം തേടി എന്ന പുസ്തകമാണ് അതിലെ ഒരു ഭാഗമാണ് നൽകിയിരിക്കുന്നത്. കാടുകളുടെ താളം തേടി എന്ന യാത്രാ വിവരണ ഗ്രന്ഥം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയതാണ്. അപ്പോൾ ഈ യൂണിറ്റിന്റെ ശീർഷകമായി നൽകിയിരിക്കുന്നത് നടക്കും തോറും തെളിയും വഴികൾ എന്നതാണ്. അതായത് അത് നമ്മുടെ ഒരു ചിന്തയ്ക്കായി തന്നിരിക്കുന്ന ഒരു വരിയാണ്. ദേശത്തിൽ സഞ്ചരിക്കുമ്പോൾ പാതകൾ തെളിഞ്ഞു വരുന്ന ഗ്രാമീണ നിരത്തുകളുണ്ട്. അതായത് ആളുകൾ സഞ്ചരിക്കും തോറും ഒരു പുതുവഴി രൂപപ്പെട്ട് വരികയാണ്. യാത്രകളിലൂടെയാണ്, ഒരുപാട് അനുഭവങ്ങളിലൂടെ ജീവിതം കൂടുതൽ മധുരമുള്ളതായി മാറുന്നത്. എന്തിനേയും ഏതിനേയും നേരിടാൻ കെൽപ്പുള്ളവരായി മാറ്റുന്നത് യാത്രകളാണ്. കൂടുതൽ തെളിച്ചമുള്ള ജീവിത വഴികളിലേക്ക് നടക്കാനാണ് ഈ യൂണിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദേവി എന്ന പേരിൽ കവിതയും സുജാത എന്ന പേരിൽ ഗദ്യവും എഴുതിയിരുന്ന പ്രശസ്ത കവിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ ബോധേശ്വരന്റെ മകളാണ് സുജാത ദേവി. അവരുടെ ഏതാണ്ട് 2 മാസത്തോളം നീണ്ടു നിന്ന ഒരു ഹിമാലയ യാത്രയുടെ വിവരണം ആണ് നമുക്ക് ആദ്യ പ്രവേശകമായി നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, കാടുകളുടെ താളം തേടി എന്ന പുസ്തകം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ പുസ്തകമാണ്. അപ്പോൾ ഇതിനകത്ത് 2 മാസത്തിലേറെയായി ഹിമാലയത്തിലേക്കുള്ള യാത്രയായിരുന്നു. അപ്പോൾ മുമ്പൊന്നും വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടില്ലെങ്കിലും ഇത് വളരെയധികം മനസ്സിനെ സ്പർശിച്ച ഒരു യാത്രയായിരുന്നുവെന്നും, അതായത് ജീവിതത്തിലെ പ്രായോഗിക പരിശീലനമാണ് മുൻകൂട്ടി ഒരുക്കപ്പെടാത്ത യാത്രകൾ എന്ന് ഇതിനകത്ത് ലേഖിക പറയുന്നുണ്ട്. അതായത് പിടികത്തിണ്ണയിലും ചായക്കടയിലും അന്തി ഉറങ്ങാൻ, വഴിവെക്കിലെ പെട്ടിക്കടയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ, അപരിചിതരുടെ സൈക്കിളിന്റെ പിന്നിലെ ലോറിയിലും ഒക്കെ ആയിട്ട് യാത്ര ചെയ്യാൻ, റിസർവേഷൻ ഇല്ലാത്ത ട്രെയിനിൽ ഇടനാഴിയിൽ പെട്ടിയിൽ കുത്തിയിരുന്ന് ഉറങ്ങാൻ, രോഗങ്ങളെ ചെറുക്കാൻ, സ്വന്തം ഭാരം സ്വയം ചുമക്കാൻ, മര്യാദക്കാരോടും മര്യാദ ഇല്ലാത്തവരോടും പെരുമാറാൻ, ഇങ്ങനെ സ്വയം സൂക്ഷിക്കാൻ, തനിച്ചിരിക്കാൻ, ഇങ്ങനെ ഒരുപാട് പ്രായോഗിക പരിശീലന പാഠങ്ങളാണ് ഓരോ യാത്രയും നൽകുന്നത്. പ്രത്യേകിച്ച് ഈ ഹിമാലയ യാത്ര അത്തരത്തിലുള്ള അനുഭവമാണ് തനിക്ക് നൽകിയെന്ന് ലേഖിക പറയുന്നു. ഇതിനെ തുടർന്ന് നമുക്ക് തൊട്ടടുത്ത്, അതായത് സഞ്ചാര സാഹിത്യമാണല്ലോ നമ്മുടെ യൂണിറ്റിന്റെ ആ ഒരു പൊതുവായ വിഷയം. അപ്പൊ നമുക്ക് തൊട്ടടുത്തുള്ള പാഠം ശാന്തിനികേതനമാണ്. മലയാളത്തിലെ എക്കാലത്തെയും സഞ്ചാര സാഹിത്യകാരന്മാരിൽ പ്രശസ്തനും ജനഹൃദയങ്ങളിൽ ഇടം നേടിയ വ്യക്തിയുമായ SK പൊറ്റക്കാട്ടിന്റെ, ശങ്കരൻകുട്ടി പൊറ്റക്കാട്ടിന്റെ ശാന്തിനികേതനം എന്ന യാത്രാ വിവരണമാണ് നമുക്ക് തൊട്ടടുത്തായിട്ട് പഠിക്കാനുള്ളത്. അദ്ദേഹത്തിന്റെ യാത്രാസ്മരണകൾ എന്ന പുസ്തകത്തിൽ നിന്നാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കും. ഇപ്പൊ ശാന്തിനികേതനത്തിനെ കുറിച്ച് ചില വാക്കുകൾ. പിതാവായ, അതായത് ഇത് സ്ഥാപിച്ചത് നമ്മുടെ ദേശീയ ഗാനത്തിന്റെ രചയിതാവായ രവീന്ദ്രനാഥ ടാഗോർ ആണ്. ടാഗോറിന്റെ പിതാവായ മഹർഷി ദേവേന്ദ്രനാഥ ടാഗോർ 1863 തുടക്കം കുറിച്ചതാണ് ശാന്തിനികേതൻ. 1901 അതൊരു വിദ്യാലയവും കലാകേന്ദ്രവുമാക്കി മാറ്റിയെടുത്തത് രവീന്ദ്രനാഥ ടാഗോറാണ്. ശാന്തിയുടെ സമാധാനത്തിന്റെ ഇടം എന്ന അർത്ഥത്തിലാണ് ശാന്തിനികേതനം എന്ന് പേര് നൽകിയിരിക്കുന്നത്. അപ്പം ഇദ്ദേഹത്തിന് നോബൽ സമ്മാനത്തിന്റെ തുകയായി ലഭിച്ച തുക അദ്ദേഹം ശാന്തിനികേതനത്തിനായി മാറ്റിവെച്ചു. 1921 ഈ വിദ്യാലയത്തിന് വിശ്വഭാരതി സർവകലാശാലയായി മാറി. 1951 അത് കേന്ദ്ര സർവകലാശാലയായി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളും ഭാരതവും ഒന്നായി നിൽക്കുന്ന ഒരു സ്ഥലം എന്ന അർത്ഥത്തിലാണ് വിശ്വഭാരതി എന്ന് പേര് നൽകിയിരിക്കുന്നത്. ഇതിലെ ഒരു ആപ്തവാക്യം, ആ കലാലയത്തിന്റെ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ എത്ര വിശ്വം ഭവത്യേക നീഢം എന്നാണ്. അതായത് ഇവിടെ ലോകം ഒരു പക്ഷിക്കൂടായി മാറുന്നു. ലോകത്തെ എല്ലായിടത്തുമുള്ള ആളുകളെയും ആചാരങ്ങളെയും സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളിക്കുന്നതാണ് ശാന്തിനികേതനം എന്ന് പറയുന്നത്. അപ്പൊ ടാഗോറിന്റെ വിദ്യാഭ്യാസ, സാംസ്കാരിക, പ്രകൃതി, കലാദർശനങ്ങൾ ഒത്തുചേരുന്ന ഒരു ഇടമാണ് ശാന്തിനികേതൻ. 2023 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചതോടുകൂടെ ഈ സ്ഥലം ശാന്തിനികേതൻ കൂടുതൽ ലോക ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ്. ടാഗോർ 1761 ജനിക്കുന്നത്. കവി, നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത്, നാടകകൃത്ത്, നടൻ, തത്വചിന്തകൻ, ചിത്രകാരൻ, വിദ്യാഭ്യാസ ചിന്തകൻ, ഗാനരചയിതാവ്, ഇങ്ങനെ ഒരു സകലകലാ വല്ലഭനായിരുന്നു അദ്ദേഹം. ദേശീയ ഗാനമായ ജനഗണമനയുടെ രചയിതാവാണ്. പിന്നെ അദ്ദേഹത്തിന്റെ തന്നെ അമർ സോനാർ ബംഗ്ല എന്ന ടാഗോറിന്റെ ഗീതം ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായി സ്വീകരിക്കപ്പെട്ടു.
ഗാന്ധിജി ഇദ്ദേഹത്തെ ഗുരുദേവ് എന്നാണ് വിശേഷിപ്പിച്ചത്. മഹാത്മാ എന്ന് ഗാന്ധിജി ആദ്യമായി വിശേഷിപ്പിച്ചത് ടാഗോറാണ്. അപ്പൊ ടാഗോറിന്റെ ഗീതാഞ്ജലിക്കാണ് 1913 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. അപ്പൊ വിശ്വമാനവികത, പരിസ്ഥിതി ദർശനം, വിദ്യാഭ്യാസ ദർശനം, കലാദർശനം ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ ശ്രദ്ധ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ കാര്യങ്ങളിലുള്ള ഉൾക്കാഴ്ചയാണ് ശാന്തിനികേതനം എന്ന വിദ്യാലയത്തിന്റെ പിന്നിലെ പ്രവർത്തനത്തിൽ ഉള്ളത്. ശാന്തിനികേതനത്തിലേക്ക് പോകുമ്പോഴാണ്, അല്ലെങ്കിൽ എസ്.കെ. പൊറ്റക്കാട് ശാന്തിനികേതനത്തിലേക്ക് പോകുന്ന യാത്രയിലാണ് പാഠം ആരംഭിക്കുന്നത്. കൽക്കത്ത നഗരത്തിൽ നിന്ന് 100 നാഴിക അകലെ കിടക്കുന്ന ബോൾപൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി ഇറങ്ങിയ ഉടനെ ചെറിയൊരു അങ്ങാടി കടക്കുമ്പോൾ പരിഷ്കാരത്തിന്റെ യാതൊരു സ്പർശവും ഏൽക്കാത്ത ഏകാന്തമായ ഉൾനാട്ടിന്റെ മടിത്തട്ടിൽ നാം എത്തിച്ചേരുന്നു. നഗരത്തിന്റെ നിരന്തരമായ ഖരഖരാരവം അവിടെ കേൾക്കാനില്ല. അതായത് വണ്ടികളുടെയും മറ്റും ചക്രത്തിന്റെയൊക്കെ ശബ്ദമാണ് ഈ ഖരഖരാരവം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നിർവൃതി നൽകാൻ പോകുന്ന ആ വിശ്വവിഖ്യാതമായ കുഗ്രാമമാണ്. അധികം തിരക്കുകളൊന്നുമില്ലാത്ത, പരിഷ്കാരം തട്ടുതീണ്ടിയിട്ടില്ലാത്ത കുഗ്രാമത്തിലാണ് ഞാനിവിടെ എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് പൊറ്റക്കാട്ട് പറയുന്നു. ശാന്തിനികേതനത്തിലേക്ക് പോകുന്ന 3 മൈൽ നീളത്തിലുള്ള പാതയാണ് മുന്നിൽ കാണുന്നത്. കാളവണ്ടി ചക്രങ്ങളുടെ പാടുകൾ അവിടെ തെളിഞ്ഞു കിടപ്പുണ്ട്. അത് കുഴിഞ്ഞും ചെളിമണ്ണ് മൂടിയും ജരാനര ബാധിച്ച, ജരയും നരയും, അതായത് നരയും ചുളിവും ബാധിച്ചതുപോലെ ഒരു പടുകിഴവൻ പാതയാണതെന്ന് പറയുന്നു. പാടങ്ങളുടെ നടുവിലൂടെ അങ്ങനെ വളഞ്ഞു പോവുകയാണ് ആ പാത. ഇത് കണ്ടാൽ ടാഗോറിന്റെ പ്രസിദ്ധമായ ഗ്രാമീണ ചെറുകഥകളിലെ പാതകൾ ഇതായിരുന്നു എന്ന് തോന്നുന്നു. ബംഗാളിലെ ഗ്രാമങ്ങളിൽ കേരളത്തിന്റെ പ്രകൃതി ഭംഗി പ്രതിഫലിച്ചു കാണുന്നു. കേരളത്തെ കൂടുതൽ മനോഹരമാക്കി തീർക്കുന്ന ഇടതിങ്ങിയ തെങ്ങിൻ തോപ്പുകളുടെ, ഇപ്പൊ കേരളത്തിന്റെ പ്രത്യേകത അങ്ങനെയല്ല, ഇടതൂർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ഇടതിങ്ങി നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകൾ, ചിന്നിക്കിടക്കുന്ന കുന്നിൻ നിരകളുടെ നിശ്ചലമായ പശ്ചാത്തലം, ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ കാണുന്ന ദൃശ്യങ്ങളാണ്. ഇത്തരം ദൃശ്യങ്ങൾ ബംഗാളിലെ ഉൾനാടുകളിൽ ഇല്ലെങ്കിലും മറ്റു പ്രകാരത്തിൽ കേരളത്തിലെ ഉൾനാടുകളുമായിട്ട് ഇവയ്ക്ക് ബന്ധമുണ്ട്. അങ്ങിങ്ങായി തെങ്ങുകളുണ്ട്, പിന്നെ താലവൃക്ഷങ്ങളുണ്ട്, കരിമ്പനകളുണ്ട്, മുളംകൂട്ടം ഇങ്ങനെ നിൽക്കുന്ന മതിലുകളുണ്ട്, വാഴത്തോട്ടങ്ങളുണ്ട്, പച്ചക്കറി വളപ്പുകളുണ്ട്, ആൾത്തറകളുണ്ട്, ആമ്പൽ കുളങ്ങളുണ്ട്. അപ്പൊ ഇവയൊക്കെ ബംഗാളിൽ കാണുമ്പോൾ ഒരു കേരളീയ ഗ്രാമീണ ഭംഗിയിലേക്ക് നാം പെട്ടെന്ന് നമ്മുടെ മലയാളത്തെ അനുസ്മരിക്കുന്നു, അനുഭവിക്കുക തന്നെ ചെയ്യുന്നു. പരന്ന നെൽപ്പാടങ്ങളുടെ കരയിൽ കാണുന്ന പുല്ലുമേഞ്ഞ കർഷക കുടിലുകൾ മലയാള കരയിൽ നിന്ന് ഇറക്കുമതി ചെയ്താണെന്ന് തോന്നത്തക്ക രീതിയിലാണ് കർഷകരുടെ കുടിലുകൾ. ആ മാതൃകയിലുള്ള പുല്ലുമാടങ്ങൾ മലയാളത്തിലും ബംഗാളിലും അല്ലാതെ വേറെ ഒരിടത്തും ഇല്ല. കേരളത്തിലും ബംഗാളിലും അല്ലാതെ പാടങ്ങളുടെ നടുവിലുള്ള പുല്ലുമാടങ്ങൾ വേറെ ഒരിടത്തും ഇല്ല. നമുക്ക് ശാന്തിനികേതനത്തിലേക്ക് യാത്ര തുടരാം. യാത്രയുടെ പാതയുടെ ഇരുപാടും കണ്ണെത്താത്ത ദൂരത്തോളം വ്യാപിച്ചു കിടക്കുകയാണ് നെൽപ്പാടങ്ങൾ. അതിൽ കറുത്ത പുള്ളികൾ പോലെ നെൽപ്പാടങ്ങളുടെ അവിടെയായിട്ട് കർഷകർക്ക് ഇരിക്കാനായിട്ടുള്ള പുൽമാടങ്ങളുണ്ട്. അപ്പം നെൽപ്പാടങ്ങളിൽ കറുത്ത പുള്ളി പോലെയാണ് ഇതിനെ കാണുന്നത്. അവിടെ നിന്നൊക്കെ അത്താഴം ഒരുക്കുന്നതിൻ്റെ പുക നേരിയ ചുരുളുകളായി മേഘ ചുരുളുകളിലേക്ക് മുകളിലേക്ക് പാടത്തിൻ്റെ മുകളിലെ മേഘങ്ങളിലേക്ക് മൗനമായി ഇതിങ്ങനെ ഉയരുന്നു, ആ പുക ഉയരുന്നു. ഇങ്ങനെ പല ഗ്രാമീണ കാഴ്ചകൾ കണ്ടുകൊണ്ട് തെല്ലു ദൂരം നടക്കുമ്പോൾ ചെറിയ വീടുകൾ ചിതറിക്കിടക്കുന്നതായിട്ട് കാണാം. ചിതറിക്കിടക്കുന്നതിൽ അവിടെയായിട്ട് ചെറിയ വീടുകൾ കാണാം. ഒരു പ്രദേശത്ത് ചെന്നെത്തുമ്പോൾ അവിടെ വഴിയേ ഇല്ല. അവിടെ അപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ്, ശാന്തിനികേതനം എന്ന് പറഞ്ഞാണ് ഇങ്ങോട്ട് വന്നത്. എവിടെയാണ് ശാന്തിനികേതനം? വിശ്വവിഖ്യാതമായ സർവകലാശാല, ലോകം മുഴുവൻ വിഖ്യാതമായ പ്രസിദ്ധമായ സർവകലാശാല എവിടെയാണ്? ഞാൻ അവിടെ കണ്ടൊരു ബംഗാളിയോട് ചോദിക്കുക തന്നെ ചെയ്തു, ശാന്തിനികേതനത്തിലേക്കുള്ള വഴി ഏതാണ്? അയാൾ ആദ്യം സംശയപൂർവ്വം എന്നെ ഒന്ന് വീക്ഷിച്ചു നോക്കി. പിന്നെ എൻ്റെ അജ്ഞത, എൻ്റെ അറിവില്ലായ്മ കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് 4 പാടും ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇതൊക്കെ തന്നെയാണ് ശാന്തിനികേതനം. അപ്പം നാം കുറഞ്ഞൊന്ന് ലജ്ജിക്കണം. അതായത് നമുക്ക് ഭാവനയിൽ കാണുമ്പോൾ വിശ്വവിദ്യാലയം എന്ന് പറഞ്ഞാൽ ഒരു വലിയ കെട്ടിടങ്ങളുടെ നിരയോ മറ്റോ ആയിരിക്കും. പക്ഷെ ഇതൊരു പുണ്യാശ്രമത്തിൻ്റെ മുന്നിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അത് ഇന്ത്യയിലെ മറ്റൊരു വിശ്വവിഖ്യാത കലാകേന്ദ്രമായ, വിശ്വവിഖ്യാതം ലോകത്തിൽ തന്നെ പ്രസിദ്ധമായത്, വിശ്വത്തിൽ വിഖ്യാതമായത് എന്ന് വിഗ്രഹാർത്ഥം. കലാകേന്ദ്രം, കലയുടെ കേന്ദ്രമായ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പോലെ കണ്ണിഞ്ചിപ്പിക്കുന്ന റോസ് വർണ്ണത്തിലുള്ള കെട്ടിടങ്ങളുടെ ഖണ്ഡാകൃതിയിലുള്ള ശൃംഗങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ മണിയുടെയൊക്കെ ആകൃതിയിലുള്ള വലിയ ശൃംഗങ്ങൾ, അതായത് ചേങ്ങിലയുടെ ആകൃതിയിലുള്ള വലിയ ശൃംഗങ്ങളാണ് ഖണ്ഡാകാരങ്ങൾ എന്ന് പറയുന്നത്.
അങ്ങനെയുള്ള ഖണ്ഡാകാരങ്ങൾ നിറഞ്ഞ നിൽക്കുന്ന ഗോപുരങ്ങളോ മണി അല്ലെങ്കിൽ ചേങ്ങില എന്നാണ് ഖണ്ഡം എന്നുള്ളത്. ഖണ്ഡാകൃതി എന്ന് പറഞ്ഞാൽ മണി അല്ലെങ്കിൽ ചേങ്ങിലയുടെ രൂപത്തിലുള്ള ആ ഒരു ആകൃതിയിലുള്ള വലിയ ഗോപുരങ്ങളുള്ള കെട്ടിടങ്ങളോ, പിന്നെ സർവകലാശാലയുടെ പേര് വലിയ അക്ഷരങ്ങൾ ബൃഹത് ലിപികളിൽ വലിയ അക്ഷരങ്ങളിൽ എഴുതി വെച്ച പ്രവേശന കവാടമോ ഒന്നും നമ്മൾ കാണുന്നില്ല. ശാന്തിനികേതനത്തിന്റെ അതിർത്തി നിർണയം ചെയ്യുന്നതിന് ഇപ്പോൾ അതിർവരമ്പുകൾ പോലുമില്ല, ഭിത്തികൾ പോലുമില്ല. വായുവിൽ സംഗീത വീജികൾ പോലെ, അതായത് സംഗീതം ഇങ്ങനെ വായുവിൽ അലതല്ലുന്നത് പോലെ അവിടെയായിട്ട് ചെറിയ കുടിലുകളാണ് നമ്മൾ കാണുന്നത്. പുല്ലുമേഞ്ഞ കുറെ കുടിലുകളുടെയും മാന്തോപ്പുകളുടെയും പുൽത്തകടികളുടെയും മധ്യേ ഒരു വിശ്വവിദ്യാലയമുണ്ട്. അപ്പോൾ അതിന്റെ പ്രത്യേകത എന്താണ്? ശാന്തിനികേതനത്തിന്റെ പുല്ലുമേഞ്ഞ കുറെ കുടിലുകളുടെയും മാന്തോപ്പുകളുടെയും മാവിൻ തോപ്പുകളുടെയും പുൽത്തകടിയുടെയും മധ്യേ ആണ് വിദ്യാലയമായ ശാന്തിനികേതൻ സ്ഥിതി ചെയ്യുന്നത്. അതായത് ഈ ചിതറിക്കാണുന്ന കുടിലുകളെല്ലാം ഈ യൂണിവേഴ്സിറ്റിയുടെ ഭാഗങ്ങളാണ്. കൂറ്റൻ കെട്ടിടങ്ങൾ. അപ്പോൾ കുറേ നേരം അവിടെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കൂറ്റൻ കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ പ്രദേശമാകെ അലങ്കോലപ്പെടുമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ തോന്നും. ഇപ്പൊ ഇവിടെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന പോലെ കറുത്ത പരുത്ത മൺചുമരുകളും, ശ്രദ്ധിക്കണേ, പുല്ലുമേഞ്ഞ മേൽപ്പുരയുമുള്ള എളിയ പർണശാലയാണ് വിശ്രുതമായ കലാഭവനം. കലാഭവനം ആണ് അതിലെ ഈ ശാന്തിനികേതനത്തിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. വിശ്രുതം എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമാണ്. അത് എങ്ങനെയാണ്? കറുത്ത മൺചുമരുമാണ്, പുല്ല് മേഞ്ഞിട്ടുമുണ്ട്. വിദഗ്ധനായ ഒരു കലാകാരന്റെ കൈപ്പാടുകൾ ഈ ചുമരുകളിൽ പതിഞ്ഞു കാണുന്നുണ്ട്. 1922 ഇവിടത്തെ കലാഭവനം ആരംഭിക്കുന്നത്. ഇതിനകത്ത് ചിത്രകലയിൽ പരിശീലനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടുന്ന സാമഗ്രികൾ വൃത്തിയായി സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. ഇരിപ്പിടങ്ങളും ഉണ്ട്. പിന്നെ പ്രാചീനവും അർവാചീനവുമായ, പ്രാചീനം പഴയത്, അർവാചീനം പുതിയത്, ഭാരതീയ ചിത്രകലകളുടെ മാതൃകകൾ കണ്ട് കുട്ടികൾക്ക് വരയ്ക്കാൻ വേണ്ടി വിശ്രുത ചിത്രകാരന്മാരുടെ, പ്രസിദ്ധരായ ചിത്രകാരന്മാരുടെ പ്രധാന ചിത്രങ്ങൾ ചുമരുകളിൽ തൂക്കിയിട്ടിരിക്കുന്നതിന് പുറമെ ഒരു കലാ പ്രദർശന മുറിയും അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവയിൽ ടാഗോർ വരച്ച ചില ആദ്യ ചിത്രങ്ങളും അദ്ദേഹത്തിന്റെ സ്വന്തം കൈയക്ഷരത്തിലുള്ള കവിതകളും നന്ദലാൽ ബോസാണ് ഭാരതീയ ചിത്രകലയെ പുനരുദ്ധരിച്ച കലാകാരൻ. അദ്ദേഹമാണ് വിശ്വഭാരതിയിലെ കലാഭവനം എന്ന ആ ഒരു ചിത്രകലാ ഡിപ്പാർട്ട്മെന്റിന്റെ അധ്യക്ഷൻ. അപ്പൊ അദ്ദേഹം ഭംഗിയായിട്ട് നന്ദലാൽ ബോസ് വരച്ച ചില ചിത്രങ്ങളും ഭംഗിയായി അദ്ദേഹം ഇംഗ്ലീഷിൽ എഴുതിയ വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ എന്ന് തുടങ്ങുന്ന ഗീതാഞ്ജലിയിലെ സുപ്രസിദ്ധ വരികൾ നമ്മെ ആകർഷിക്കുന്നു. അത് മാത്രമല്ല, കലാഭവന വിദ്യാർത്ഥികളുടെ പ്രത്യേക ഉപയോഗത്തിനായി കലാപരമായ ഗ്രന്ഥങ്ങൾ മാത്രം അടങ്ങിയ നല്ല ഒന്നാന്തര ലൈബ്രറിയും ഈ ഭാഗത്ത് കാണുന്നുണ്ട്. സുപ്രസിദ്ധ കലാകാരനായ നന്ദലാൽ ബോസിന്റെ കീഴിലാണ് കലാഭവനം. ഇതിനകത്ത് എവിടെയും ഒരു സ്വച്ഛത, ശാന്തത, ഒരു ലാളിത്യം, ഒരു ശാന്തി, ഇതെല്ലാം ഉണർന്നു കിടക്കുകയാണ്. ഒരു ചിത്രകാരന്റെ ഭാവനയെ വികസിപ്പിക്കാൻ പര്യാപ്തമായ കഴിവുള്ള ഒരു പ്രത്യേക അന്തരീക്ഷം, കൃത്രിമമെന്ന് തോന്നാത്ത എളിയ ഒരു അന്തരീക്ഷം, കലാദേവിയുടെ ഈ കേളീഗ്രഹം കലാദേവി ഇവിടെ വന്നാണ് കളിക്കുന്നത്. ആ കേളീഗ്രഹത്തിന് അത് മാറ്റുകൂട്ടുന്നു, ശോഭ കൂട്ടുന്നു. എന്താണ് മാറ്റുകൂട്ടുന്നത്? ചിത്രകാരന്റെ ഭാവനയെ വികസിപ്പിക്കാൻ പര്യാപ്തമായി കഴിയുന്ന ഒരു അന്തരീക്ഷം കലാഭവനത്തിലുണ്ട്. കലാഭവനത്തിന്റെ പടിഞ്ഞാറ് വശത്തായി സംഗീത ഭവനം സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ശാന്തിനികേതനത്തിലെ വിവിധ വകുപ്പുകളാണ്. ഒന്ന് കലാഭവനം, മറ്റൊന്ന് സംഗീത ഭവനം. സംഗീത ഭവനത്തിൽ സംഗീതത്തിലും നൃത്യങ്ങളിലുമാണ് അഭ്യസനം നൽകി വരുന്നത്. നൃത്തം അറിയാലോ, നൃത്തം, നാട്യം എന്ന് പറഞ്ഞാൽ നൃത്തത്തിലെ അഭിനയ രീതിക്കാണ് പ്രാധാന്യം നൽകുന്നത്. ഒഴിഞ്ഞ പാടങ്ങളിലൂടെ ഇഴഞ്ഞു പോകുന്ന ഒരു ചെറിയ നിരത്ത് നമ്മളെ 2 നാഴിക പടിഞ്ഞാറുള്ള ശ്രീനികേതനത്തിൽ, അപ്പം ശാന്തിനികേതനം ഇങ്ങനെയുള്ള പല പല വകുപ്പുകൾ ചേരുന്ന ഒരു വിദ്യാലയമാണ്. അപ്പൊ അവിടെ ശ്രീനികേതനത്തിലേക്ക് നമ്മൾ ചെല്ലുന്നു. വിശ്വഭാരതിയുടെ ഒരു വിഭാഗമാണിത്. ഗ്രാമീണ പുനരുദ്ധാരണത്തിന്റെ ഭാഗമാണ്, കേന്ദ്രമാണ് ശ്രീനികേതനം. അപ്പൊ അതവിടെ ശ്രദ്ധിക്കണം, അണ്ടർലൈൻ ചെയ്യണം. ഗ്രാമീണ പുനരുദ്ധാരണമാണ് ശ്രീനികേതനം എന്ന വിഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്രാമത്തിലെ ജനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരൽ, ഗ്രാമീണരെ പുനരുദ്ധരിക്കൽ, ഗ്രാമീണരെ ഉയർത്തിക്കൊണ്ടുവരൽ. ശാന്തിനികേതനത്തെക്കാൾ വിശാലമായ സ്ഥലമാണത്. തങ്ങളുടെ സ്വന്തം സൃഷ്ടിപരവും പ്രായോഗികവുമായ കർമ്മ പദ്ധതികളെ കൊണ്ട് ഉറപ്പോടുകൂടി, അതായത് ഗ്രാമീണരുടെ ഉള്ളിലുള്ള അവരുടെ കഴിവുകൾ വികസിപ്പിക്കുന്ന ഒരിടമാണ്. അവരെ കൊണ്ട് സൃഷ്ടിപരമായും പ്രാക്ടിക്കലായിട്ട് പ്രായോഗികമായും ചെയ്യാൻ പറ്റുന്ന കർമ്മ പദ്ധതികളുണ്ടല്ലോ. ഇപ്പൊ അതൊരു നെയ്ത്താവാം, മൺപാത്ര നിർമ്മാണമാകാം, അല്ലെങ്കിൽ
കൃഷിയാവാം, എന്താണോ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത് വെച്ച് അവരെ ഉത്കൃഷ്ടമായ ഒരു അടിത്തറ, അതിൻ്റെ ഒരു ഉന്നതമായ അടിത്തറയിൽ ദേശീയ ആദർശങ്ങൾ പണിയാൻ. അപ്പോൾ തൻ്റെ ഒപ്പമുള്ള ഒരാളിനെ അല്ലെങ്കിൽ ഗ്രാമീണന് അത് കഴിഞ്ഞില്ലെങ്കിൽ അവനെ കൂടെ ചേർത്ത് പിടിച്ച് അങ്ങനെ അവനെ കൂടെ ഈ ഒരു മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ തൻ്റെ നാട്ടുകാരെ സഹായിക്കുക. ഇതാണ് ഈ ഒരു ഗ്രാമീണ പുനരുദ്ധാരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ മറ്റൊരാൾ വന്ന് നമ്മളെ സഹായിക്കണം എന്നല്ല. നമ്മുടെ ഉള്ളിലെ തന്നെ ആളുകളെ കൊണ്ട് ചെയ്യാവുന്നിടത്തോളം കുടിൽ വ്യവസായമായാലും എന്തായാലും ചെയ്ത് ഗ്രാമങ്ങളെ പുനരുദ്ധരിച്ചു കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമാണ് ഇദ്ദേഹം ടാഗോർ മുന്നോട്ട് വയ്ക്കുന്നത്. ശാന്തിനികേതനത്തിലെ സംസ്കാര കേന്ദ്രത്തെ പുഷ്ടിപ്പെടുത്തുന്നതോടൊപ്പം അദ്ദേഹം ശാന്തിനികേതനത്തിൽ സംഗീതം, നൃത്തം, ചിത്രകല ഇതിനെല്ലാം പ്രാധാന്യം നൽകി അദ്ദേഹം അതിനെ വളർത്തിയതോടൊപ്പം എന്ത് ചെയ്തു നോക്കൂ, കുഗ്രാമങ്ങളിൽ പാർത്ത് ഒട്ടും പരിഷ്കാരമില്ലാത്ത അറിവില്ലാത്ത ആളുകളുള്ള ഗ്രാമങ്ങളിൽ ചെന്ന് പാർത്ത് ദാരിദ്ര്യമാണ് അവിടുത്തെ മെയിൻ പ്രശ്നം. അതിനോട് എതിർത്ത് കാർഷിക വൃത്തി കൊണ്ട് മാത്രം ഉപജീവനം കഴിക്കുന്ന, കാർഷിക വൃത്തി കൃഷിപ്പണി കൊണ്ട് മാത്രം ഉപജീവനം കഴിക്കുന്ന ഭൂരിപക്ഷ നാട്ടുകാരുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് കൂലങ്കഷമായി വ്യക്തമായി പഠിച്ച് അവരുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ ഒരു ഗ്രാമീണ പുനരുദ്ധാരണ കേന്ദ്രം എവിടെ തുടങ്ങിയിരിക്കുന്നത്? വിശ്വഭാരതിക്കകത്ത്, ശാന്തിനികേതനത്തിനകത്ത് തുടങ്ങിയിരിക്കുന്നത്. അതിന് ശ്രീനികേതനം എന്നാണ് പറയുന്നത്. 1922 മഹാകവി ശാന്തിനികേതനത്തിനോടനുബന്ധിച്ചുകൊണ്ട് ഇത് സ്ഥാപിച്ചു. ഏതുതരം ഗ്രാമീണ പര്യവേക്ഷണങ്ങൾക്ക് പറ്റിയ ഒരു ഒതുങ്ങിയ ശാന്തമായ പരിസരമാണ് ശ്രീനികേതനത്തിനുള്ളത്. പര്യവേക്ഷണം എന്ന വാക്കിന് പരിശോധന എന്നർത്ഥം. അതായത് ഗ്രാമീണരെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാം എന്നുള്ള അതിൻ്റെ പേരിൽ നടക്കുന്ന ഏതുതരം പരീക്ഷണത്തിനും ശ്രദ്ധേയമായ ഒരു സ്ഥലമാണ് ശ്രീനികേതനം. അവിടെ ഗ്രാമീണം, ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഗ്രാമങ്ങളിൽ പലപ്പോഴും അനുഭവിക്കേണ്ടി വരുന്നത് ഭയങ്കരമായ ബുദ്ധിമുട്ടുകളാണ്. അല്ലെങ്കിൽ വെള്ളവും ആഹാരവും കിട്ടാത്ത, അല്ലെങ്കിൽ അടിസ്ഥാനപരമായ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതാണ് ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ നിന്നും. അപ്പം അങ്ങനെയുള്ള ഗ്രാമീണരെ ഉയർത്തിക്കൊണ്ടുവരാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ശ്രമത്തിൻ്റെ ഭാഗമാണ് ശാന്തിനികേതനത്തിലെ ശ്രീനികേതനം. അവിടെ ഏതുതരം കണ്ടുപിടുത്തങ്ങളിലൂടെ നമുക്ക് ആർക്കും എന്ത് ചെയ്യാം, ഗ്രാമങ്ങളിലെ ജനതയെ അവരുടെ സ്വയം പര്യാപ്തമാക്കാൻ കഴിയും. ഇത്രയും ഭാഗമാണ് നമുക്ക് പാഠഭാഗമായി നൽകിയിരിക്കുന്നത്. പിന്നെ ഇവിടെ മരുഭൂമിയുടെ ആത്മകഥ എന്ന് പറഞ്ഞ് വി മുസഫർ അഹമ്മദിൻ്റെ ഒരു യാത്രാവിവരണ ഗ്രന്ഥം തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രന്ഥത്തിൻ്റെ ഒരു ഭാഗം തന്നിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് പരീക്ഷയ്ക്കായി അതിൻ്റെ ഒരു ഭാഗം വായിക്കുക. പിന്നെ ഈ ഒരു യാത്രാക്കുറിപ്പ് തന്നെയാണ് ദൃശ്യാനുഭവമായിട്ട് മാറും. നമുക്കറിയില്ല, ബെന്യാമിൻ്റെ ആടുജീവിതം നോവൽ എന്നതിനേക്കാൾ ഉപരി അത് വായിക്കുമ്പോൾ ഒരു ദൃശ്യാനുഭവമാണ് തരുന്നത്. അപ്പോൾ അത് സിനിമയിലായപ്പോൾ അത് അത്രയ്ക്ക് വായിച്ചപ്പോൾ പലർക്കും അങ്ങനെയാണ് അനുഭവപ്പെട്ടത്. വായനയിൽ ഉണ്ടായ ദൃശ്യാനുഭവം അല്ല സിനിമ നൽകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ദൃശ്യാനുഭവങ്ങൾ തരുന്ന സഞ്ചാരകൃതികളാണ് എല്ലായ്പ്പോഴും ജനങ്ങളുടെ, ആസ്വാദകരുടെ ഹൃദയത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. അപ്പോൾ ഈ പാഠഭാഗം വായിക്കുക, ക്ലാസ് കേൾക്കുക, പാഠഭാഗത്തിലെ ആശയങ്ങൾ നന്നായി മനസ്സിലാക്കുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ.